ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കഥാപ്രസംഗമാണ് പറയാൻ പോകുന്നത്. ആനന്ദനായിട്ട് ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹാർമോണിയം വായിക്കുന്നത് ദേവേശ്വർ, തബലിസ്റ്റ് പ്രണീത്, സിംബൽ അച്യുത് കൃഷ്ണ, തപ്പ് അർജുൻ സി വി, പിന്നെ ഞാൻ അശ്വജിത് സന്തോഷ്. ഗുരുജനങ്ങളെ, സഹൃദയരെ, നിങ്ങളെല്ലാം അനുഗ്രാശസ്സുകളോടെ ഞാൻ എൻ്റെ കഥാപ്രസംഗം ആരംഭിക്കട്ടെ. ഞാൻ പറയാൻ പോകുന്ന കഥ നടക്കുന്നത് നമ്മുടെ രാജ്യത്തല്ല, അങ്ങനെ ജപ്പാനിലാണ്. പക്ഷേ എല്ലാ രാജ്യത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥയാണിത്. എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കഥ. കഥയുടെ പേര് 1000 കൊക്കുകൾ. ആ ബാലിക പഠിക്കുന്ന ജപ്പാനിലെ ഒരു വിദ്യാലയ പരിസരത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതാ നോക്കൂ, അവിടെ ഭാഷയിൽ ഒരു ഓട്ട മത്സരം നടക്കുകയാണ്. പെൺകുട്ടികളുടെ ഓട്ട മത്സരം. അതാ ഏറ്റവും മുമ്പിൽ ആ കുട്ടിയെ കൂട്ടുകാർ സംഘം ചേർന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. സഡാക്കോ അപ്പ് അപ്പ്, സഡാക്കോ അപ്പ് അപ്പ്, സഡാക്കോ സസുക്കി. അതാണ് അവളുടെ മുഴുവൻ പേര്. ആ സ്കൂളിന്റെ അഭിമാന വാചനമാണ് ആ പറക്കുന്ന 12കാരി. അഴകുള്ള കിമോണ വസ്ത്രങ്ങൾ അണിഞ്ഞ് അങ്ങനെ മുമ്പായി പോലെ പാടി നടക്കും. ശാലീന ബാലിക സഡാക്കോ ചെമ്പനി പൂപോലെ സുന്ദരി, വർണ്ണയ്ക്ക് മോണം അണിഞ്ഞങ്കണത്തിലായി വരുന്ന പൂമ്പാറ്റയാണവൾ. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണി, കൂട്ടുകാരുടെ ആവേശം, സ്കൂളിന്റെ രോമാഞ്ചം. ജപ്പാൻ ഏറ്റവും വലിയ ഓട്ടക്കാരിയാവണമെന്നായിരുന്നു അവളുടെ ജീവിതാഭിലാഷം. അവളെ പറ്റി പറയുകയാണെങ്കിൽ, മലാഗ പോലൊരു കൊച്ചു സുന്ദരി, നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരി, ഓടി നടക്കും പൂമ്പാറ്റ പോലെ എപ്പോഴും ഓട്ടത്തിലാരെയും പിന്നിലാക്കും. സഡാക്കോട് വിദ്യാലയത്തിൽ വാശിയൊരു ഓട്ട മത്സരം നടക്കുകയാണ്. അതേപോലെ സഡാക്കോടെ മുന്നേറുകയാണ്. എല്ലാ കണ്ണുകളും സഡാക്കോയിലാണ്. മുന്നോട്ട് മുന്നോട്ട് ധീരയായി വാഴുന്നു മാൻപേട പോലവൾ മുന്നിൽ. സഡാക്കോ അപ്പ് അപ്പ്, സഡാക്കോ അപ്പ് അപ്പ്. കുട്ടികൾ ആർത്തൊളിച്ചു. സഡാക്കോ കുതിച്ചു മുന്നേറുകയാണ്. ചീരിപ്പാഞ്ഞു മുന്നേറി സഡാക്കോ അതാ ട്രാക്കിൽ നിന്ന് ഒരു തെറിച്ച് വീണു. സഡാക്കോയ്ക്ക് എന്ത് പറ്റി? സഡാക്കോയ്ക്ക് എന്താ പറ്റിയേ? അവൾക്ക് 2 ഓട്ടം തളർച്ച അനുഭവപ്പെട്ടു. അതവൾ ആരോട് പറഞ്ഞിരുന്നില്ല. ആശുപത്രിയിൽ വെച്ച് വിശദമായി പരിശോധനകൾ നടന്നു. നീണ്ട പരിശോധന ബലമറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. പ്രസരിപ്പിന്റെ പര്യായമായ തുമ്പപ്പോന് നരമ്പലുമുള്ള സഡാക്കോന് ലൂക്കേമിയ, ബ്ലഡ് ക്യാൻസർ. സഹപാഠികൾ പൊട്ടിക്കരഞ്ഞു. വിധിയുടെ ക്രൂരത ചിലർ ആശ്വസിച്ചു. അല്ല സുഹൃത്തുക്കളെ, ഇത് വിധിയില്ല, ചതിയാണ്. യാദൃശികമായുണ്ടായ ഒരു രോഗമല്ലിത്. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. മനുഷ്യന്റെ മേൽ സംഹാരകാണ്ഡവുമാടിയ ഒരു ക്രൂരതയുടെ കഥ. നിങ്ങൾ അറിയുമോ? ഹിരോഷിമ യുദ്ധത്തിന്റെ കൊടുമ്പിൽ കത്തിയ ഹിരോഷിമ ആറ്റം ബോംബിൻ കരഹതം
ഓഗസ്റ്റ് 6-7 തീയതികൾ ലോക ചരിത്രത്തിൽ കറുത്ത ലിപികളാൽ എഴുതപ്പെട്ട അഭിശപ്ത ദിനങ്ങൾ. ആയിരം സൂര്യന്മാർ ഒന്നിച്ചു ചിതറിത്തെറിച്ചതുപോലെ ഭീകരമായ അഗ്നിഗോളം തന്റെ തലയ്ക്കുമേൽ പൊട്ടിച്ചിതറുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ആ ഹിരോഷിമ നിവാസികൾ ഉറക്കമുണർന്നത്. മരണക്കരിമ്പടത്തിനുള്ളിൽ കിടന്നുകൊണ്ട് ഹിരോഷിമ നിവാസികൾ പിടഞ്ഞു. എത്ര കുടുംബങ്ങൾ അനാഥമായി. ഹിരോഷിമയിൽ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ അകലെയാണ് സഡാക്കോന്റെ വീട്. അന്ന് അവൾക്ക് 2 വയസ്സ് പ്രായം മാത്രം. അണുബോംബിന്റെ മാരകമായ വിഷബീജങ്ങൾ അവളുടെ കുരുന്ന ശരീരത്തിൽ കയറി കൂടിയിട്ട് അവരാരും അറിഞ്ഞിരുന്നില്ല. അദൃശ്യങ്ങളായ വിഷരശ്മികൾ അവളുടെ പിഞ്ചു ശരീരത്തിൽ കയറിക്കൂടി മാരക രോഗങ്ങൾ ഉണ്ടാക്കി. നീണ്ട 10 വർഷങ്ങൾ കഴിഞ്ഞാണ് അവൾക്ക് ക്യാൻസർ പിടിപെട്ടതറിയുന്നത്. ഇന്നിതാ മരണം പടിവാതിൽ വന്നു നിൽക്കുന്നു. ആശുപത്രി കിടന്നുകൊണ്ട് സഡാക്കോ പറഞ്ഞു, അമ്മേ, എനിക്ക് മരിക്കേണ്ട, ജീവിക്കണം. ജപ്പാൻ ഏറ്റവും വലിയ ഓട്ടക്കാരിയാണ്. സഡാക്കോ പൊട്ടിക്കരഞ്ഞു. സഡാക്കോയുടെ പ്രിയ തോഴിയായ ചിസുക്കോ അവളെ ആശ്വസിപ്പിച്ചു. സഡാക്കോ, നീ മരിക്കില്ല. മരിക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട്. മരിക്കാതിരിക്കാൻ വഴിയോ? സഡാക്കോ ആകാംക്ഷയോടെ ചോദിച്ചു. ചിസുക്കോ അവൾക്ക് രഹസ്യം പറഞ്ഞു കൊടുത്തു. പക്ഷികളാണ്. അവ 1000 വർഷം ജീവിക്കുമത്രേ. ആരാണോ 1000 കൊക്കുകൾ ഉണ്ടാക്കുന്നത് അവർക്ക് മരണമില്ലെന്നാണ് വിശ്വാസം. 1000 കടലാസ് കൊക്കു തീർത്തി അവളുടെ കണ്ണുകളിൽ പ്രത്യേക തിളക്കം. ആശുപത്രിയിലെ ഭീകരമായ ഏകാന്തത അവൾ അറിഞ്ഞില്ല. മരണത്തിന്റെ കാലിച്ച അവൾ കേട്ടില്ല. ശരീരം തളർന്നിട്ടും തളരാത്ത മനസ്സുമായി അവൾ കൊക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എല്ലാം ഒരാഴ്ചത്തേക്ക് മാത്രം. സഡാക്കോന് വീണ്ടും തലച്ചന്മപ്പെട്ടു. വേദന കൊണ്ട് പുളഞ്ഞിട്ടും അവളത് വകവയ്ക്കാതെ കൊക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മുറി നിറയെ അവൾക്ക് ചുറ്റും കടലാസ കൊക്കുകൾ. ജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹം ആ കൊച്ചു മനസ്സിൽ അപ്പോഴും പച്ചപ്പിടിച്ച് നിന്നിരുന്നു. പക്ഷേ അനുഭവ രോഗം അവളെ കീഴടക്കുകയായിരുന്നു. 1957 ഒക്ടോബർ 25 അതവൾ വളരെ പണിപ്പെട്ട് തന്റെ അവസരത്തെ കൊക്കിനി ഉണ്ടാക്കി. പിന്നീട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെവിയിൽ മന്ത്രിച്ചു, അമ്മേ, അമ്മ കരയരുത്, എന്നെ ഓർത്ത് കരയരുത്. പിന്നെ കുടുംബാംഗങ്ങളെയും കൂട്ടുകാരെയും മാറി മാറി നോക്കി. ആ കണ്ണുകൾ എന്തോ യാചിക്കുന്നുണ്ടായിരുന്നു. യുദ്ധക്കുതിമാരുടെ ഈ ലോകം ഇനി അവൾ കാണണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. കത്തി ജ്വലിക്കാൻ കൊതിച്ചൊരാ കൈത്തിരി ചുറ്റും ചിതറിടായിരം കൊക്കുകൾ മൃത്യുവിൽ സഡാക്കോ മരിച്ചെങ്കിലും ആ പുഞ്ചിരിക്കുന്ന മാൻപിഴയുടെ മുഖം അവളുടെ കൂട്ടുകാരികൾ മറന്നില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിലെ മുഴുവൻ കെട്ടുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിരോഷിമയിലെ സമാധാന അധ്യയന
ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന, ഇതാണ് ഞങ്ങളുടെ യാചന, ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ഇതാണ് ഞങ്ങളുടെ യാചനയും. അതെ, ഈ ഭൂമിയിൽ സമാധാനം നിലനിർത്തുക. അതും മതിയാവാതെ അവരൊരു സമാധാന സംഘടന ഉണ്ടാക്കി മാനവരാശിയുടെ ഭാവിക്ക് വേണ്ടി ആ കുട്ടികൾ ആർത്തു പാടുകയാണ്. യുദ്ധകൊതിയന്മാരെ നിങ്ങൾ പോകൂ, ദൂരെ പോകൂ, വിശ്വസമാധാനത്തിനാഥൻ പാടൂ, നമ്മൾ പാടൂ, പാടൂ, നമ്മൾ പാടൂ. പട്ടിണി കൊണ്ടു മരിക്കും കോടി കുട്ടികളെല്ലാം കൊൽകെ, കോടികൾ കൊണ്ട് നോവുണ്ടാക്കാൻ കാടന്മാർക്കേ കഴിയൂ, കാടന്മാർക്കേ കഴിയൂ, കാടന്മാർക്കേ കഴിയൂ. ശാസ്ത്രം മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ എന്റെ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. കൊച്ചുമക്കൾക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഖാദർ പട്ടേപ്പാടത്തിനും ഡോക്ടർ കെ രാജേന്ദ്രനും ക്ഷണിച്ചോളൂ. അടുത്തതായി